ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മുടെ രാവിലത്തെ അടുക്കള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കണത്. ഞാനിത് തലേദിവസം അരച്ച് വെച്ച മാവാണ്. അപ്പോൾ ഇന്നേക്ക് മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. കാരണം ഇതിങ്ങനെ പത പോലെ ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കുമല്ലോ മാവ് പുളിച്ചിട്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അഥവാ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായാലും ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ആവി കയറ്റാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ഇഡ്ഡലിയുടെ ഒപ്പം കഴിക്കാൻ വടയാണ് കേട്ടോ ഉണ്ടാക്കണത്, നമ്മുടെ ഉഴുന്നുവട. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേദിവസം കുതിർത്തി വെച്ച ഉഴുന്നാണ്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അതൊന്ന് അരയാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല. പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ 2 സ്പൂണ് അരിപ്പൊടി, 2 സ്പൂൺ കേട്ടോ അരിപ്പൊടിയാണ്, അതായത് 2 കപ്പ് ഉഴുന്നേക്ക് 2 സ്പൂൺ അരിപ്പൊടി വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ചുവന്നുള്ളി, പിന്നെ വേപ്പില, പിന്നെ ഒരു തരി കുരുമുളകും ഉപ്പും കൂടിയിട്ട് നന്നായി തിരുമ്പി എടുത്ത് ഈ മാവ് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ നനവിൽ, അതായത് നമ്മുടെ കൈ നനച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ മാവ് ഇങ്ങനെ ഹോളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വട മുരിഞ്ഞതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ വിചാരിക്കും എന്നാ പാടുള്ള പണിയെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമില്ല, സിമ്പിളാണ്. എനിക്ക് ആദ്യം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ അടുപ്പിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ വടകൾ ഇങ്ങനെ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരെണ്ണം ഇട്ടതായതിന് ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. പിന്നെ കൂടുതലായിട്ടൊന്നും എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. 2 എണ്ണമൊക്കെ മാക്സിമം ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ചെയ്താൽ മതി. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിച്ചിട്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഇനി ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാറും നമ്മൾക്ക് ഉഴുന്നുവടയ്ക്ക് വേണ്ട ചട്നി ഉണ്ടാക്കണം. സാമ്പാർ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പരിപ്പും കഷ്ണങ്ങളും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ വടയ്ക്ക് വേണ്ട ചട്നിയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ തക്കാളി, സവോള, നമ്മളെ വറ്റൽമുളക്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. അതിന് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സാമ്പാറിൽ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി പുളി പിഴിഞ്ഞൊഴിച്ച സാമ്പാറും നമ്മുടെ ചട്നി ഒന്ന് കടുകിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ചട്നിയും സാമ്പാറും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയണത് എന്താണ്, രാവിലെ ഭയങ്കര റഷായിരിക്കും കേട്ടോ. കാരണം എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കണ്ടേ. ഇന്ന് അമ്മയില്ലാത്ത ദിവസമാണ്, അത് കാരണമാണ് കേട്ടോ ഇത്ര തിരക്കിട്ട പണികൾ. ഇനി നമ്മളെ വടകൾ റെഡിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അപ്പുറപ്പുറമൊക്കെ മറിച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. എൻ്റെ മോള് എണീക്കാനായിട്ട് മുന്നേ എല്ലാം ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു പണി നടക്കത്തില്ല. ആൾ കുറച്ച് ടെററാണ്. അപ്പോൾ അതാ പറയുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞപ്പൻ എണീറ്റിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സെറ്റ് ഇഡ്ഡലി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി വെച്ച് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും എണ്ണ തടവിയതിന് ശേഷം മാത്രമാണ് മാവ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് പറ്റിപ്പിടിച്ചിരിക്കും, അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
നമ്മുടെ വീട്ടിൽ കാർട്ടൂണിൻ്റെ പാട്ടൊക്കെ കേൾക്കും. കാരണം എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ കാർട്ടൂണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഈ കാത്തു ഇതന്നെ. ചെവിടൊക്കെ ഒരു ഇതായി കണ്ട് മടുത്തേക്കുന്നത്. പക്ഷെ അവൾക്ക് മടുത്തിട്ടൊന്നുമില്ല കേട്ടോ, അവളതിൽ എൻജോയ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൂപ്പരാൾക്ക് ചായയുടെ കടിയും വേണം, കാർട്ടൂനും കാണുന്നുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതാണ് ഇനി അടുത്ത പണി. കാരണം ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡിയായി, വട ആയി, നമ്മുടെ ചട്നി ആയി, നമ്മുടെ സാമ്പാറായി. ഇതിൻ്റെയൊക്കെ പാത്രങ്ങൾ ഇഷ്ടം പോലെ കഴുകാനുണ്ട്. അതൊക്കെ കഴുകലാണ് ഈ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് ഇങ്ങനെ കഴുകി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കതാ ചായ ചോദിച്ചിട്ടുള്ള വിളി വന്നു കേട്ടോ. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.